ഇനി ഈ ആഴ്ചയില് ചിഞ്ചുമുളക്ക് ലെൻസിൽ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. റിസൾട്ട് വന്നു, സിസ്റ്റ് ബിനൈനാണ്. അഭിനയം കുട്ടിക്കാലം മുതൽക്കുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ചതുപോലെ മുതിർന്നപ്പോൾ അഭിനയിക്കാനായി ഇറങ്ങി. ആഗ്രഹം പിന്നെ ജീവിതമാക്കി മാറ്റി. നിരവധി വേഷങ്ങൾ സിനിമയിലും സീരിയലുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചു തുടങ്ങിയാൽ അവസരങ്ങൾ നമ്മളെ തേടി വരുമല്ലോ. പ്രധാനമായി എന്നെ സഹായിച്ചത് എൻ്റെ ശബ്ദമായിരുന്നു. ഒരിക്കൽ സീരിയലിലെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയം പോലീസ് ഓഫീസറായിരുന്നു വേഷം. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സീൻ. ഡയലോഗ് മനസ്സിലാക്കി വെച്ചു. ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു. ഞാൻ വന്നു, ഡയലോഗ് പറയാൻ തുടങ്ങി. പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ചു. പക്ഷെ അന്ന് നിന്ന് പോയതാണ് എൻ്റെ ശബ്ദവും എൻ്റെ അഭിനയവും. ഒരു നിമിഷം ശബ്ദം നിലച്ചു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലേ? എന്തൊരു ശ്വാസമുട്ടലായിരിക്കും. ഇന്ന് ഈ കലാകാരന് വേണ്ടി, മാഹിർ ഖാൻ എന്ന കലാകാരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ ഡബ് ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും പെറുക്കി നമ്മളോട് പറയാൻ അദ്ദേഹം എടുക്കുന്ന സ്ട്രെയിൻ, ബുദ്ധിമുട്ട്, അത് നമുക്ക് വല്ലാത്ത ശ്വാസമുട്ടലുണ്ടാക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ശ്വാസമുട്ടലായിരിക്കും നേരിടുക അല്ലേ? എന്താണ് മാഹിർ ഖാൻ എന്ന ഈ കലാകാരന് സംഭവിച്ചത്? അത് അദ്ദേഹം തന്നെ പറയട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉപകരണം വെച്ചിരിക്കുന്നു, വോയിസ് പ്രോസസ്സ് എന്ന. എനിക്ക് ബ്രീത്ത് മൂക്കിൽ കൂടെ വായിക്കൂടെ ഇല്ല, ഈ ഓൾ വഴിയാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് ബ്രീത്തിന് അടച്ചു പിടിച്ചിട്ടാൽ ഇങ്ങനെ ശബ്ദരൂപത്തിൽ സംസാരിക്കും. എനിക്ക് വോക്കൽ കോഡിൽ ക്യാൻസർ ആയിരുന്നു. അങ്ങനെ വോക്കൽ കോഡ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. എൻ്റെ ശബ്ദം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് RCCയിലെ ഡോക്ടർമാർ ഈ വോയിസ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഈ ഉപകരണം എൻ്റെ ഈ ഓളിൽ ഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് സംസാരിക്കാൻ കഴിയുന്നത്. അതോടെ സംബന്ധിച്ച് 2-3 സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി ഒക്കെ ചെയ്തു. ജീവിതത്തിലോട്ട് കുറച്ച് തിരികെ വരികയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ വെള്ളം ചെയ്ത ഡയറക്ടർ പ്രജീഷ് ഏട്ടൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. ഈ ശബ്ദം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ചെയ്യുന്നത് പറഞ്ഞു. ജയസൂര്യായിരുന്നു നായകൻ. അങ്ങനെ എന്നെ പ്രജീഷ് ഏട്ടൻ വിളിക്കുകയും ഒരു 10-15 ദിവസം ജയസൂര്യയും പ്രജീഷ് ഏട്ടനും ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. മേരി ആവാസനം എന്ന് പറയുന്ന ചിത്രം, അത് എൻ്റെ ജീവിതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. ഞാനും അതിലൊരു വേഷം ചെയ്യുകയുണ്ടായി. ജയസൂര്യ, മഞ്ജു വാര്യർ, നമ്മുടെ പ്രജീഷ് ഏട്ടൻ, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുണ്ട്. എല്ലാവർക്കും എന്നെ കാണുകയും എന്നോട് വലിയ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കരുതി എൻ്റെ ജീവിതം ഇനിയൊരു മാറ്റം ഉണ്ടാവും, വീണ്ടും എനിക്ക് അഭിനയത്തിലോട്ട് വരാം, ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ അത് എന്തോ കാരണത്താൽ അങ്ങനെ സംഭവിച്ചില്ല. വീണ്ടും ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് ചെറിയ വേഷങ്ങൾ സീരിയലിലൊക്കെ വെച്ച് തരുന്നുണ്ട്. സർജറി കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്നപ്പോൾ എൻ്റെ ഡോക്ടർമാർ എൻ്റെ അടുത്ത് വന്ന് ആദ്യം പറഞ്ഞത്, മാഹിറെ, ക്യാൻസർ ഞങ്ങളെടുത്ത് മാറ്റി, പക്ഷേ ജീവിതാവസാനം വരെയും നിനക്കൊരു ഓളിവിടെ ഉണ്ടാവും, ഇത് നിൻ്റെ ലോങ് ലൈഫാണ്. എനിക്കിപ്പോൾ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കഴുത്ത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഈ ഉപകരണം ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കഴിക്കുന്ന ആഹാരം, വെള്ളമൊക്കെ ഈ ഓട് വഴി പുറത്തേക്ക് വരും. ഈ ഉപകരണം വെച്ചാൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് സംസാരിക്കാനും പറ്റും, ലിക്വിഡായിട്ടൊക്കെ ആഹാരം കഴിക്കാനും പറ്റും. ഒരു 6 മാസം 7 മാസത്തെ ഗ്യാരൻറ്റിയേ ഉള്ളൂ. ഇത് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇത്
ഈ 6 മാസം 7 മാസമൊക്കെ ആകുമ്പം ഇത് ചേഞ്ച് ചെയ്യണം. അത് തിരുവനന്തപുരം RCC തന്നെയാണ്. അവിടുത്തെ ഡോക്ടർമാരെല്ലാവരും കൂടിയാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. ഞാൻ മാക്സിമം ഇത് 1 വർഷം വരെയൊക്കെ കൊണ്ടുപോകും. കാരണം അത് എപ്പോഴും ഇങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്. അതായത് ഞാൻ ഈ ഉപകരണം ലാസ്റ്റ് സമയമാകുമ്പോൾ ഈ കൈ ഒരു ചെറിയ ശബ്ദം പോലും ഈ കൈ പിടിക്കാതെ എനിക്ക് വരും. ഇതാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. നടീനടന്മാരെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി അത് അനുഭവിച്ച ആൾക്കാരെ നേരിട്ട് കണ്ട് അവരുടെ ചലനങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ പകർത്തി ആ കഥാപാത്രത്തെ അഭ്രപാളിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടി മടങ്ങുമ്പോൾ ഒറ്റപ്പെടുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരാണ്. മാഹിർ ഖാന്റെ ജീവിതം അതുതന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഓരോ 6 മാസം കഴിയുമ്പോഴും ഉള്ള ശബ്ദം എത്ര ബുദ്ധിമുട്ടിയെന്ന് പറയണമെങ്കിൽ ഒരു ഉപകരണത്തിന്റെ സഹായം വേണം. ആ ഉപകരണത്തിന് 40,000 രൂപയോളമാണ് വില. ഈ 40,000 രൂപ കയ്യിലില്ലാത്തതുകൊണ്ട് ചില ആൾക്കാരൊക്കെ സഹായിക്കാറുണ്ട്. ചിലപ്പോൾ അത് 6 മാസം എന്നുള്ള ഒരു 2-3 മാസം കൂടെ നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴും ഈ ശബ്ദം വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആരുടെ മുന്നിലും കൈ നീട്ടാറില്ല, ഉള്ളതുകൊണ്ട് ജീവിച്ചു പോവുകയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെയൊക്കെ സാമീപ്യമാണ് അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹത്തിന് ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയ്ക്ക് സർവേശ്വരൻ സർവ്വധൈര്യവും കരുത്തും മനസ്സിന് കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്.